ആറന്മുള വള്ളസദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു നടത്തുന്നതിനെതിരെ പള്ളിയോട സേവാ സംഘം രംഗത്ത്. ദേവസ്വം ബോർഡ് വള്ളസദ്യ ഏറ്റെടുത്ത് നടത്തുന്നത് ആചാര ലംഘനമാണെന്നാണ് പള്ളിയോട സേവാ സംഘത്തിന്റെ വാദം. എന്നാൽ വള്ളസദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശമുണ്ടെന്നും പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ലെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കുകയാണ്. വിവരങ്ങളുമായി ശ്രീരാജ് ചേരുന്നു. ശ്രീരാജ്, എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിവാദത്തിന്, പരാതിക്ക് കാരണം? ബിനിൽ, 6-ാം മാസം 10-ാം തീയതി തിരുവനന്തപുരത്ത് നന്ദൻകോട് വെച്ച് നടന്ന ഒരു യോഗത്തിൽ ഈ പള്ളിയോട ഭാരവാഹികൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള യോഗത്തിൽ നിലവിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നുവെന്നും അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശം ഈ വള്ളസദ്യ, ആറന്മുള വള്ളസദ്യ ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് നടത്തണമെന്ന ഹൈക്കോടതി നിർദ്ദേശം നിലവിലുണ്ട് എന്നുമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുന്നത്. ഇതിൽ പള്ളിയോട സേവാ സംഘം ആരോപിക്കുന്നത് ഇത്തരത്തിൽ പണം വാങ്ങി ഇത്തരത്തിൽ വള്ളസദ്യ ഏറ്റെടുത്ത് നടത്തി കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിലെ ആചാരങ്ങൾക്ക് ലംഘനമാണെന്നും അതൊരു വാണിജ്യം, ഈ ആറന്മുള വള്ളസദ്യ ഒരു വാണിജ്യവൽക്കരിക്കുന്നതിന് തുല്യമാണെന്നുമാണ് നിലവിൽ പള്ളിയോട സേവാ സംഘം പറയുന്നത്. ഈ ബോർഡിന്റെ ഇടപെടൽ അടക്കം ചൂണ്ടിക്കാട്ടി ആചാര ലംഘനം എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ചൂണ്ടിക്കാട്ടി കത്ത് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും ഓരോ വള്ളസദ്യ ബോർഡ് ഏറ്റെടുത്ത് നടത്താനായിരുന്നു നിലവിൽ തീരുമാനം ഉണ്ടായിരുന്നത്. ഈ തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധവുമായി പള്ളിയോട സേവാ സംഘം രംഗത്തെത്തിയിട്ടുള്ളത്. പക്ഷേ ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: ഹൈക്കോടതിയുടെ ഉൾപ്പെടെ നിർദ്ദേശമുള്ള സാഹചര്യത്തിൽ യോഗം ചേരുകയും പള്ളിയോട സേവാ സംഘം അംഗങ്ങളെയും അതുപോലെ തന്നെ ആറന്മുള ക്ഷേത്ര ഭാരവാഹികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നും ഈ പള്ളിയോട സേവാ സംഘം അറിയാതെയാണ് ദേവസ്വം ബോർഡ് ഇങ്ങനെ ഇത് ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചതെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ദേവസ്വം ബോർഡ് പറയുന്നു. എന്തായാലും ഈ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഈ വള്ളസദ്യ നടത്താനുള്ള ഈ തീരുമാനം ഒരു ഈ തർക്കത്തിലേക്ക്, സേവാ സംഘവും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്കാണ് നിലവിൽ കടന്നിട്ടുള്ളത്. എന്തായാലും ഈ വള്ളസദ്യ, ആറന്മുള വള്ളസദ്യയുടെ സമയമാണ്, അതിനിടയിലാണ് ഇത്തരത്തിലൊരു തർക്കം വന്നത് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മുൻകൂട്ടി ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻകൂട്ടി തീരുമാനിച്ച യോഗത്തിലാണ് തീരുമാനമെടുത്തതെന്ന് ബോർഡ് പറയുമ്പോഴും പള്ളിയോട സേവാ സംഘം പ്രതിനിധികളെല്ലാം തന്നെ കടുത്ത പ്രതിഷേധത്തിലാണ്. ബിനിൽ, ശരി, അപ്പോൾ വലിയ പ്രതിഷേധമാണ് അവർ ഉയർത്തുന്നത്. വള്ളസദ്യ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം. ശ്രീരാജാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.